ദയാദുർഗ. രചന നിമ സുരേഷ്. അവതരണം അപര. മുകളിലെ തൻ്റെ മുറിയിലെ ജാലകത്തിനരികിൽ നിന്ന് പുറത്തേക്ക് മിഴികളൂന്നി നിൽക്കുകയായിരുന്നു കൈലാസ്. നീ ഇത് കുറേ നേരമായാലും ഒരേ ദിക്കിലേക്ക് നോക്കി സ്വപ്നം കാണുന്നു. വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം മടക്കി കിടക്കയിൽ വെച്ച് ശരൺ കൈലാസിനോടായി ചോദിച്ചു. എന്നാൽ അയാളിൽ യാതൊരു പ്രതികരണവും ഉടലെടുത്തില്ല. ശരൺ കുറച്ചു നിമിഷം കൈലാസിൻ്റെ മറുപടിക്കായി കാത്തുനിന്നു. മൗനം തുടർന്നപ്പോൾ അല്പം നീരസത്തോടെ എഴുന്നേറ്റ് വന്ന് കൈലാസിനെ തള്ളിമാറ്റി പുറത്തേക്ക് നോക്കി. ഓഹോ, അപ്പം ഇതാണ് പരിപാടി, കൊള്ളാം. മുറ്റത്ത് ചെടികൾ നനയ്ക്കുന്ന ദയയെ ഒന്ന് നോക്കി ശരൺ ഗൗരവത്തോടെ കൈലാസിന് അഭിമുഖമായി നിന്നു. അയാൾ ജാള്യതയോടെ ശരണിനെ നോക്കി ഒരു കയ്യാൽ മുടി കോതി. കാര്യമായിട്ടാണോ, അതോ നിന്റെ സ്ഥിര ഏർപ്പാട് പോലെ വെറുതെ ഒരു ഹരത്തിന്? ഐ ആം സീരിയസ്. എല്ലായ്പ്പോഴും നീ ഇത് തന്നെയാണ് പറയാറ്. അങ്ങനെയല്ല ശരൺ. കിച്ചു, നീ ഓഫീസിലോ പബ്ബിലോ കാണുന്ന പെൺകുട്ടികളെ പോലെ അല്ല ദയ എന്നെനിക്ക് തോന്നുന്നു. ആ കുട്ടിക്ക് ഇവിടെ ആരുമായിട്ടും അടുപ്പമില്ല. നമ്മൾ വന്നിട്ടിപ്പോൾ 2 ദിവസമായി. ഗോപുവിനോട് പോലും ആ കുട്ടി മര്യാദയ്ക്ക് സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് നമ്മളൊന്നും അറിയാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആ കുട്ടിക്കുണ്ട്. ഷീ ഈസ് ഹൈഡിങ് സംതിങ്. സോ ഞാൻ പറഞ്ഞു വന്നത്, നീ ജസ്റ്റ് ഒരു ഫ്ലോട്ടിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വേണ്ട. ആ കുട്ടിക്കത് ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല. ശരൺ, ബിലീവ് മീ, ഇതൊരു ടൈം പാസ് അല്ല. കൈലാസ് തൻ്റെ ആത്മാർത്ഥത തെളിയിക്കാൻ സ്വയം വാദിച്ചു. ശരൺ നിറഞ്ഞ പുഞ്ചിരിയോടെ ഒരു കൈ കൈലാസിൻ്റെ ചുമലിലൂടെ ഇട്ട് മറുകൈയാൽ മുഷ്ടി ചുരുട്ടി അയാളുടെ വയറിൽ കുത്തി. കള്ളക്കാമുക, ഇയാൾ കൊള്ളാലോ. അല്ല, ഗോപുവിനോട് പറയണ്ടേ? ഗോപു എല്ലാം കേട്ടു. വാതിൽ കട്ടിളയിലേക്ക് ചാരി നിന്ന് ഭാവഭേദം ഒന്നും കൂടാതെ ഗോപിക ഗൗരവമായി പറഞ്ഞു. ഗോപു, ഞാൻ ദച്ചു നല്ല കുട്ടിയായിട്ടാ, നിനക്ക് ചേരും. ഗോപിക നിറഞ്ഞ ചിരിയോടെ അത് പറഞ്ഞപ്പോൾ കൈലാസിൻ്റെ കണ്ണുകൾ വീണ്ടും ജനലഴികളിലൂടെ മുറ്റത്തേക്ക് നീണ്ടു. നേത്രഗോളങ്ങൾ അണുവിട ചലിക്കാതെ ദയയിൽ മാത്രമായി തറഞ്ഞു നിന്നു. ചുണ്ടുകൾ പ്രണയപൂർവ്വം പുഞ്ചിരി വിടർത്തി. ദച്ചു, വാ, നമുക്കിത്തിരി നേരം കുളപ്പടവിൽ പോയിരിക്കാം. അടുക്കളയിൽ തിരക്കിട്ട ജോലിയിലായിരുന്നു ദയ. ഗോപികയുടെ ശബ്ദം കേട്ടപ്പോൾ ചെയ്യുന്ന ജോലി നിർത്തി തല ചെരിച്ച് അവൾ നോക്കി. നിന്റെ പണിയൊന്നും തീർന്നിട്ടില്ല ഗോപികെ. നിന്റെ ഒരു പണി. ചെറുദേശത്തോടെ ഗോപിക ദയയെ വലിച്ച് അടുക്കള വാതിലിലൂടെ പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് പുറത്തെ ചുമരിനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന രവീന്ദ്രനെ ഇരുവരും കാണുന്നത്. വല്യച്ഛൻ എന്താ ഇവിടെ ഒളിച്ചു നിൽക്കുന്നത്? സംശയത്തോടെയുള്ള ഗോപികയുടെ ചോദ്യത്തിന് അയാൾ വാക്കുകൾ നഷ്ടപ്പെട്ടു നിന്നു. ദയ ശ്രദ്ധയോടെ അയാളിൽ മാറി മറിയുന്ന മുഖഭാവങ്ങൾ ഒപ്പിയെടുത്തു. കുറുക്കനെ പോലെ തക്കം പാർത്തിരുന്നതാണ്. തന്നെ വേട്ടയാടാൻ, തന്നെ മാത്രം. ഒന്നുമില്ല ഗോപുമോളെ, ഞാൻ ഇതിലെ പോയപ്പോൾ എന്തു പറ്റി? മോൾ ആകെ ഒന്ന് ക്ഷീണിച്ച പോലെ ഉണ്ടല്ലോ. അയാൾ സ്നേഹം നടിച്ചു ഗോപുവിൻ്റെ ചുമലിൽ കൈവച്ചു. ദയ ഉയർന്ന ഹൃദയമിടിപ്പോടെ അയാളുടെ വിരലുകളുടെ ചലനങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ചു. താൻ ഏറ്റവുമേറെ ഭയക്കുന്നത് അയാളുടെ തടിച്ചുരുണ്ട വിരലുകളെയാണ്. ഓരോ തവണയും ആ പുഴുത്ത വിരലുകൾ തന്നിലൂടെ ഇഴയുമ്പോൾ അറപ്പ് തോന്നാറുണ്ട്. തൊലിയിലൂടെ ഉഗ്രവിഷമുള്ളൊരു സർപ്പം ഇഴയുന്നത് പോലെ. ദംശനം മരണം വിധിക്കുന്നില്ലെന്ന് മാത്രം. രവീന്ദ്രൻ്റെ വിരലുകൾ ഗോപികയുടെ ടീഷർട്ടിനെ തെന്നിമാറ്റി അവളുടെ ചർമ്മത്തെ സ്പർശിച്ചു. ദയയുടെ കണ്ണുകൾ കുറുകി. അടുത്ത നിമിഷം ഗോപിക അയാളുടെ കൈ ഊക്കോടെ തട്ടിയെറിഞ്ഞു. ദേഹത്ത് തൊട്ടുള്ള സ്നേഹമൊന്നും വേണ്ട വല്യച്ഛ, എനിക്കതിഷ്ടമല്ല. അവൾ അറുത്തുമുറിച്ച് പറഞ്ഞപ്പോൾ രവീന്ദ്രൻ്റെ മുഖം വിളറി. ദയയ്ക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു. ഇങ്ങനെയും പ്രതികരിക്കാം. അവൾ വിസ്മയത്തോടെ ഗോപികയെ നോക്കി നിന്നു. അയ്യോ, വല്യച്ഛൻ അങ്ങനെയല്ല ഗോപൂട്ടിയെ. വാക്കുകളിൽ വീണ്ടും തേനൊലിപ്പിച്ചപ്പോൾ കൈവെള്ളയാൽ ഗോപികയുടെ കവിളിൽ തലോടി. എങ്ങനെയായാലും എനിക്കത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? വാക്കുകൾക്ക് കടുപ്പമേറി. രവീന്ദ്രൻ പതറി. ഗോപികയിൽ നിന്നും കൈകൾ പിൻവലിച്ചയാൾ വിഷാദം അഭിനയിച്ചു. ഗോപിക അത് മുഖവരയ്ക്കെടുക്കാതെ ദയയുമായി മുൻപോട്ട് നടന്നു. അവർ നടന്നകലുന്നത് നോക്കി രവീന്ദ്രൻ പല്ലിറുമ്പി. മിഴികൾ കോപത്താൽ ചുവന്നു ജ്വലിച്ചു. തൻ്റെ അഭിമാനത്തിനേറ്റ ക്ഷതം അയാളെ അത്രമേൽ ക്ഷുഭിതനാക്കിയിരുന്നു. ഗോപികയെ തൻ്റെ കൈകളിലിട്ട് ഞെരിക്കാൻ അയാളുടെ മനസ്സ് തുടിച്ചു. അയാളൊരു തലോടലും സ്നേഹവും. നടക്കുന്നതിനിടയിൽ ഗോപിക ദേഷ്യത്തോടെ മുറുമുറുത്തു. നിന്നോട് ഇങ്ങനെയാണോ അയാൾ? നടത്തം നിർത്തി ചോദ്യത്തോടെ അവൾ ദയയെ പിന്തിരിഞ്ഞു നോക്കി. ദയ മറുപടിയൊന്നും പറഞ്ഞില്ല. കലങ്ങിയ കണ്ണുകളോടെ ഗോപികയ്ക്ക് മുന്നിൽ മുഖം കുനിച്ചു. ഇതിലും
ഇതിലും നൂറിരട്ടിയായി അയാൾ തന്നെ വേദനിപ്പിക്കുകയാണെന്ന് പറഞ്ഞാലോ? വർഷങ്ങളായി മാനസികമായും ശാരീരികമായും തന്നെ നായാടുകയാണെന്ന് പറഞ്ഞാലോ? എന്താടോ? ഗോപിക വീണ്ടും ചോദിച്ചു. ഏയ്! മറപ്പുരയ്ക്ക് പിന്നിലുള്ള അരമതിലിൽ കൈകളൂന്നി ശരൺ ഉറക്കെ വിളിച്ചു. ശബ്ദം കേട്ടയുടനെ ഗോപികയുടെയും ദയയുടെയും ശ്രദ്ധ അവിടേക്ക് നീണ്ടു. ശരണിനൊപ്പം കൈലാസും സിദ്ധാർത്ഥും ഉണ്ടായിരുന്നു. അടുത്ത നിമിഷം ഇരുവരും മതിൽ കടന്നു ചാടി സിദ്ധുവിനെ നോക്കി. നോട്ടത്തിന് അർത്ഥം മനസ്സിലാക്കിയെന്നപ്പോൾ സിദ്ധാർത്ഥ് പുഞ്ചിരിയോടെ പറഞ്ഞു, ഞാനില്ല, നിങ്ങൾ ചെല്ലും. തിരികെ നടക്കാൻ ഒരുങ്ങും മുമ്പേ പരുഷമായി ദയയെ നോക്കാനും അയാൾ മറന്നില്ല. നീ ഈ കുട്ടിക്ക് സ്വൈര്യം കൊടുക്കില്ലെന്ന് ഉറപ്പിച്ചതല്ലേ ഗോപു? ശരൺ ഗോപികയെ പരിഹസിച്ചു. അവൾ ചൊടിയോടെ അയാളെ നോക്കി മുഖം കടുപ്പിച്ച് ദയയുമായി കൽപ്പടവുകൾ ഇറങ്ങി ഒരിടത്തിരുന്നു. അവർക്ക് പിന്നാലെ കൈലാസും ശരണും. പതിവ് പോലെ കൈലാസിൻ്റെ കയ്യിൽ അയാളുടെ ക്യാമറ ഉണ്ടായിരുന്നു. വല്ലാത്തൊരാവേശത്തോടെ അയാൾ എല്ലാം നോക്കിക്കണ്ട് ഓരോരോ ചിത്രങ്ങൾ തൻ്റെ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരുന്നു. ഏട്ടാ, ഞങ്ങളുടെ ഫോട്ടോ എടുക്ക് പറഞ്ഞുകൊണ്ട് ഗോപിക ദയയോടൊട്ടി. കൈലാസ് ക്യാമറയുമായി അവർക്ക് മുന്നിൽ വന്നു നിന്നു. ചിരിക്കെ? ഗോപിക പുഞ്ചിരി വിടർത്തിയപ്പോൾ എപ്പോഴത്തെയും പോലെ ദയ നിസ്സംഗമായിരുന്നു. ദച്ചോ, ചിരിക്കെ? കൈലാസ് ഓർമ്മിപ്പിച്ചു. എന്നിട്ടും ആ പെണ്ണിൻ്റെ മുഖഭാവങ്ങളിൽ നേർത്തൊരു ചലനം പോലും ഉടലെടുത്തില്ല. ഫ്ലാഷ് മിന്നി തെളിഞ്ഞപ്പോൾ ഗോപു എഴുന്നേറ്റ് കൈലാസിനരികിലേക്ക് ഓടി അയാൾ പകർത്തിയ ചിത്രം നോക്കി. നല്ല ഫോട്ടോ ആയിരുന്നു, ഈ പെണ്ണ് ചിരിച്ചില്ല. ഗോപിക പരാതി ഉതിർത്തപ്പോൾ ദയ മുഖം താഴ്ത്തി. ഇനി ഏട്ടൻ ദച്ചുവിനടുത്തിരിക്കെ. കൈലാസ് ആവേശപൂർവ്വം തൻ്റെ കയ്യിലെ ക്യാമറ ഗോപികയെ ഏൽപ്പിച്ച് ദയയ്ക്കരികിൽ വന്നിരുന്നു. എന്തുകൊണ്ടോ അയാളുടെ സാമീപ്യം ദയയെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടായിരുന്നു. കൈലാസിൽ നിന്നും അകലം പാലിക്കാനായി അവൾ അല്പം നീങ്ങിയിരുന്നു. ഉടനടി കൈലാസ് അവൾക്കരികിലേക്ക് നിരങ്ങി നീങ്ങി. എന്തിനാണ് ഇയാൾ തനിക്ക് മേൽ ഇത്ര അധികാരം കാണിക്കുന്നു? ചിന്തയോടെ ദയ അയാളെ നോക്കി. ഇനി താൻ നീങ്ങിയ ഞാൻ തന്നെ എൻ്റെ മടി കയറ്റിയിരുന്നു, പറഞ്ഞില്ലെന്ന് വേണ്ട. സ്വതവേ വിടർന്ന ദയയുടെ കണ്ണുകൾ ഒന്നുകൂടെ മിഴിഞ്ഞു. അവൾ വെപ്രാളത്തോടെ അയാളിൽ നിന്നും മറ്റൊരിടത്തേക്ക് നോട്ടം മാറ്റി. ഗോപിക ക്യാമറ കണ്ണിലേക്ക് ചേർത്ത് വെച്ചതും കൈലാസ് തൻ്റെ വലത്തെ കൈയാൽ ദയയെ ചേർത്ത് പിടിച്ചു. ദയയുടെ നേത്രഗോളങ്ങൾ പരിഭ്രമത്തോടെ കൈലാസിലേക്ക് നീണ്ടു. അതേ നിമിഷം ക്യാമറയിൽ നിന്നും ഫ്ലാഷ് മിന്നി. ഓ, അൺഎക്സ്പെക്റ്റഡ്! ശരൺ ഗോപുവിനോട് ചേർന്ന് നിന്ന് ഇരുവരെയും കളിയാക്കി. ഏട്ടാ, ഒരെണ്ണം കൂടെ. ഗോപു പറഞ്ഞപ്പോൾ കൈലാസ് ദയയിലെ പിടി ഒന്നുകൂടെ മുറുക്കി. ദയ ചുമലിളക്കി പ്രതികരിക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ അവളെ വിടാതെ പിടിച്ചു. എടുക്ക്.